കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. മുൻ MLA PS സുബാലിന്റെ വികസന ഫണ്ടിൽ നിന്നും 90 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുളത്തുപുഴ 50 ഏക്കർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പുനലൂർ MLA C. അജയപ്രസാദ്. ഇതിനായി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കുമെന്നും MLA പറഞ്ഞു. ഇവിടുത്തെ 50 ഏക്കർ പാലം കഴിഞ്ഞ സുബാൽ MLAയുടെ കാലത്ത് 90 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ആ പണി 95 ലക്ഷം രൂപ വെച്ചുകൊണ്ടുള്ള പണി, പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അപ്രോച്ച് റോഡും തൊട്ട് അതിനോട് ചേർന്നുള്ള ഒരു സമാന്തരമായ നടപ്പാതയും അതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാപകമായ പരാതി, നടന്നു പോലും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊന്ന് നോക്കുന്നതിന് വേണ്ടി വന്നത്. അതിപ്പോൾ നോക്കിയപ്പോൾ നാട്ടുകാർക്കുള്ള പരാതി ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം അടിയന്തരമായി വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് ഈ അപ്രോച്ച് റോഡിൻ്റെയും മറ്റുള്ളതിൻ്റെ പണി നടക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് നിയമപരമായി അത് പേപ്പറുകളൊക്കെ വല്ല തടസ്സം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിക്കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ശ്രമം നടന്നു. പാലം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം നീളുകയാണ്. കനത്ത മഴ കൂടി പെയ്യാൻ തുടങ്ങിയതോടെ കാൽനട പോലും ദുരിതമായി മാറിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി മണ്ണ് കൊണ്ടിറക്കി താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ചെളിക്കളമായി മാറിയിരിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോറി വേസ്റ്റ് എത്തിച്ച് ചെളിയും കുഴിയും മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പാലത്തിനൊപ്പം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ പാലം ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കാവൂ എന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് MLA എത്തി പാലം ഉദ്ഘാടനം നടത്തുകയായിരുന്നു. ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ജനങ്ങൾക്ക് പുതിയ പാലവും പഴയ പാലവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിന്ന്. ഇതോടെ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് MLA അജയപ്രസാദ് നേരിട്ടെത്തി സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തത്. നിർമ്മാണം പുരോഗമിക്കുന്ന അമ്പലക്കടവ് പാലവും MLA സന്ദർശിച്ചു. നിർമ്മാണം മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നും വേഗത്തിലുള്ള പൂർത്തീകരണത്തിനായി ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജലി, CPI നേതാക്കളായ S. മോഹനൻ പിള്ള, അജിമോൻ, കൃഷ്ണപിള്ള തുടങ്ങിയവരും MLAക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുവാർത്ത, കുളത്തുപുഴ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ, അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.